ചെടുത്തേ നാളെ വരാ. ധ്വാനിക്കുന്നവർക്കും പറഞ്ഞു ചാക്കോയുടെ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ. ഒരു ഒഴിയാ ബാധയാ സാറേ അത്. ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ. പക്ഷെ ഇനി വാ തുറക്കില്ല. അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആര് ചോദിച്ചാലും ഞാനില്ല വേളാങ്കണ്ണി. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ. എന്ത് പറയും? വേളാങ്കണ്ണിക്ക് പോയി. ആര് പോയി? ഞാന്. അങ്ങനെ തന്നെ പറയണം. കൊല്ലിഞ്ഞ തള്ളേ. ഞാൻ വേളാങ്കണ്ണിക്ക് പോയി എന്ന് പറയണം. മുതലാളി വേളാങ്കണ്ണിക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ? ഓർക്കുന്നോ? പണ്ടേ ഇപ്പൊ ഓർക്കുന്നോ? കപ്പല്ല, ബോംബ് പൊട്ടിയാലും എന്റെ ചെവി കേൾക്കത്തില്ല. അയാള് വേളാങ്കണ്ണിക്കൊന്നും പോയിട്ടില്ല സാറേ. അകത്ത് കയറി നോക്കിയാലോ? ബാധ വീണ്ടും എത്തിയല്ലോ. അയാളൊരു ബാധയല്ല ചാക്കോ. ഇടയ്ക്ക് അയാളെ മുമ്പിലും പിമ്പിലും കണ്ടുമുട്ടുന്നത് വെറും ആക്സിഡന്റിലും അല്ല. ഐ സ്ട്രോങ്ലി ഫീൽ that it's more than that. Yes. അമ്മച്ചി, ഇപ്പൊ ഇവിടെ നിന്നൊരാള് ലൂണേ പോയില്ലേ? അയാൾ ആരാ? മുതലാളി വേളാങ്കണ്ണിക്ക് പോയതാ. ഒരാഴ്ച കഴിഞ്ഞ് വരും. അമ്മച്ചി, അല്പം മുമ്പ് ഇവിടെ ഒരാൾ പോയില്ലേ? ലോട്ടറിക്കാരൻ. അയാൾ ആരാന്ന്? ലോട്ടറിക്കാരൻ. ലോട്ടറിക്കാരന്റെ പേരെന്താ? മത്തായി. കുഴിവെട്ടി മത്തായി. ഇവിടെ സെമിത്തേരി സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക്. അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഇടയ്ക്ക് വരും കാശ് വാങ്ങാന്. എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി? വേളാങ്കണ്ണി പോയ മുതലാളി എങ്ങനാ കാശ് കൊടുക്കുന്നത്? വേളാങ്കണ്ണിയിലെ പിടി ഇതിനായിട്ടും വിട്ടില്ലല്ലേ? ഔസേപ്പച്ചനെ കടത്തി വിട്ടും തള്ള. സർ, തപ്പിയാൽ ആളെ കിട്ടും, ഉറപ്പാ. വേണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും. സർ, തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെ വിടാം. എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ പോവാം. മത്തായിയുടെ പുറകെ അല്ല, സാക്ഷാൽ സിമിത്തേരി, മാണിക്കുഞ്ഞിന്റെ കല്ലറ. ലാബൊന്ന് കുത്തിപ്പിടി. തള്ളി പുറകോട്ട് മാറ്റണോ? മത്തായി, മണ്ണൊന്ന് മാറ്റി മാറ്റാല്ലേ ഇവിടെ പറഞ്ഞത്? ആ എല്ലും കൂടി കാണുന്നവരെ മണ്ണ് മാറ്റണം. പതുക്കെ പതുക്കെ സൂക്ഷിച്ച് വേണം. അസ്ഥി ഒന്നും പൊട്ടരുത്. സൂക്ഷിച്ച്. അഞ്ചാമത്തെ വിരലെവിടെ പോയി? മാണിക്കുഞ്ഞിന്റെ തള്ളവിരൽ എവിടെ പോയി മത്തായി? മാണിക്കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോ 5 വിരലുണ്ടായിരുന്നു.
മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ഇവിടെ കുഴിച്ചിട്ടപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ 5ാമത്തെ വിരൽ എവിടെ പോയി? പറയടോ, എടോ പറയണ്ടേ പറഞ്ഞത്? സാറേ, ഞാൻ ഒരു പാവാണ്, എന്നെ ഒന്നും ചെയ്യരുത്. അവരെ നിർബന്ധിച്ചപ്പോ എനിക്ക് വഴങ്ങേണ്ടി വന്നതാ. ആരാ അവര്? മാണിക്കുഞ്ഞിന്റെ ശവടക്കിയ ദിവസം രാത്രി ഔസേപ്പച്ചനും സത്യദാസ് സാറും മറ്റും വന്ന് ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. കുറെ രൂപയും തന്നു. ഒടുവില് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിന്റെ ഇടത് കൈയിലെ സോക്സ് മാറ്റി. എന്നിട്ട് തള്ളവിരൽ. ഏതായാലും മത്തായി കുറച്ച് ദിവസം കസ്റ്റഡിയിലിരിക്കട്ടെ. സർ വരും. പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്ററിലും മാണിക്കുഞ്ഞിന്റെ വിരലടയാളം വന്നത് തീർത്തും ബോധ്യമായി സാർ. സാറൊരു ഓക്കെ പറഞ്ഞാൽ ഔസേപ്പച്ചനെയും കൂട്ടരെയും ഈ നിമിഷം കസ്റ്റഡിയിൽ എടുക്കാം. മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നതെന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയിപ്പിക്കാം സാർ. വരട്ടെ, എൻ്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം. അല്ല സാർ, നേരം പുലരുന്നതുവരെ ക്ഷമിക്കു ചാക്കോ.